നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഭൂമിക്കടിയിൽ നിരവധി സ്ത്രീകളുടെ മൃതശരീരങ്ങളുണ്ട്. പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെയും വസ്ത്രമില്ലാത്ത സ്ത്രീകളുടെയും ശരീരങ്ങൾ ഈ ഭൂമിക്കടിയിൽ ഉണ്ട് സാറേ എന്ന് കഴിഞ്ഞ മാസം 3-ാം തീയതി ഒരു വൃദ്ധനായ ആൾ തുറന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അതൊരു പക്ഷേ സത്യമാണെന്ന് ആദ്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് അത് സത്യമാണ് എന്ന വാർത്ത പുറത്തു വരികയും മലയാളികൾ അടക്കമുള്ളവർ ആ കുഴിച്ചു മൂടിയപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ഉണ്ട് എന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അന്ന് ആ ദിവസങ്ങളിൽ മലയാളി ലോറി ഡ്രൈവർ കൂടിയായ ഒരു വ്യക്തി കണ്ട കാഴ്ചയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ നടന്നിട്ടുള്ള ധർമ്മസ്ഥലത്ത് നടന്നിട്ടുള്ള 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ വീണ്ടും പ്രശസ്തമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ ആ സന്നിധിയെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ ആ സന്നിധിയെ കൂടി കളങ്കം വരുത്തുന്ന രീതിയിലാണ് പുറത്തു വരുന്ന വാർത്തകൾ. പ്രതിമയാണ്, അതായത് ബാഹുബലി പ്രതിമയാണ് ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ഈ ക്ഷേത്ര നഗരത്തെയാണ് കൂട്ട കൊലപാതകങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധമാക്കുന്നത്. അതുപോലെ തന്നെ 1995 മുതൽ 2014 വരെ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചുവെന്നാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര മുൻ ജീവനക്കാരൻ കഴിഞ്ഞ 3-ന് വെളിപ്പെടുത്തിയത്. പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം സജീവമാക്കണമെന്ന മുതിർന്ന അഭിഭാഷകരുടെ അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യം ചർച്ചകളിലുണ്ട്. അതിനിടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തുകയാണ് മലയാളി. 10 വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ എത്തുന്ന പുതിയ മൊഴിക്കും പ്രാധാന്യമേറുകയാണ്. ധർമ്മസ്ഥല നെല്ലിയാട്ടിയിലെ ബെന്നി ജോസഫാണ് 16 വർഷം മുമ്പുള്ള പാതിരാവിൽ താൻ കണ്ട ഭീകരത വെളിപ്പെടുത്തുന്നത്. മലയാളി ലോറി ഡ്രൈവറുടെ ഈ മൊഴി ധർമ്മസ്ഥലയിലെ ക്രൂരതയ്ക്ക് പുതിയ തലം നൽകുന്നു. ബാംഗ്ലൂരു സുബ്രഹ്മണ്യ റെയിൽവേ ലൈനിനായി കരിങ്കൽ ഇറക്കുന്ന ടിപ്പർ ലോറി ഡ്രൈവറാണ് ബെന്നി. 2009 ഡിസംബറിൽ ഒരു നാൾ പുലർച്ചെ 3-ന് ഗുരുവാനിക്കരയിലെ സാന്നിധ്യ ക്രഷറിയിൽ നിന്ന് കല്ലുമായി സുബ്രഹ്മണ്യയിലേക്ക് പോയതാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് 1.5 കിലോമീറ്റർ കഴിഞ്ഞ് ഈ പുതുമ്പെട്ട് ക്രോസിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടി വരുന്നു. നഗ്നയായ അവളുടെ ദേഹത്താകെ ചോരപ്പാടുണ്ടായിരുന്നു. ലോറി നിർത്തി എന്തു പറ്റിയെന്ന് കന്നഡയിൽ ചോദിച്ചെങ്കിലും കിതപ്പോടെ ലോറിയുടെ പിറകുവശത്തേക്ക് ഓടിപ്പോയി. പിന്നാലെ മഞ്ഞ ഇൻഡിക്ക കാറിൽ വെള്ളമുണ്ടും വെള്ളഷോളും ധരിച്ച ഷർട്ടിടാത്ത 4 പേർ ചാടി ഇറങ്ങി. ലോറി റോഡിൽ നിർത്തിയിട്ടതിന് ശേഷം ചീത്ത വിളിച്ചു. ഉടൻ സ്ഥലമിടണമെന്ന് ഭീഷണിപ്പെടുത്തി. ഭയന്നുപോയ താൻ ഉടൻ തന്നെ ലോറിയുമായി സ്ഥലം വിട്ടതായി ബെന്നി പറയുന്നു. 3-ാം നാൾ അതേ പെൺകുട്ടിയുടെ മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിൽ ഈ പുതുബെട്ടിലെ തോട്ടിൽ പൊങ്ങി. മൃതദേഹം കരയിൽ എടുത്തിട്ട് സമീപത്തുള്ളവരോട് തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ റൂട്ടിൽ ലോറിയുമായി പോയ താനും ആ ശരീരം കണ്ടു. വീട്ടുകാരോട് അന്നു തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിനൊപ്പം ചേരണമെന്ന് തോന്നിയതിനാലാണ് പഴയ സത്യം ഇപ്പോൾ പറയുന്നത്. പുതിയ അന്വേഷണം വന്നാൽ ഏത് കോടതിയിലും മൊഴി നൽകുമെന്നും ബെന്നി പറയുന്നു. ദേശാഭിമാനിയാണ് ബെന്നിയുടെ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവരുന്നത്. 10 വർഷം മുമ്പ് നിരവധി സ്ത്രീകളെ കൊന്ന് കുഴിച്ചുമൂടാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന സമ്മർദ്ദം ശക്തമാണ്. എന്നാൽ കർണാടക മുഖ്യമന്ത്രി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പോലീസ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കോലക്കമുണ്ടായിട്ടും SI തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സന്ദർശിച്ച് SIT വേണമെന്ന നിവേദനവും നൽകി. വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നാണ് പരാതി. നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണം വേണം, സമഗ്ര ഫോറൻസിക് പരിശോധന, അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയ 5 ആവശ്യങ്ങളും സംഘം ഉന്നയിച്ചു. താൻ കുഴിച്ചെടുത്തത് എന്നവകാശപ്പെട്ട് എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ 11-ന് ഈ ബൾത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകുകയും ചെയ്തു. സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഒരാഴ്ചയായിട്ടും നടപടി തുടങ്ങിയിട്ടില്ല. ക്ഷേത്രത്തിൽ 1995 മുതൽ 2014 കാലത്ത് ജോലി ചെയ്തയാളുടേതാണ് ഭയപ്പെടുത്തുന്ന ഈ വെളിപ്പെടുത്തൽ. സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിലും വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു. ചിലതിൽ ലൈംഗിക അതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കം 100-ലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുഴിച്ചുമൂടുകയും ചെയ്തു. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഇയാൾ നൽകിയ പരാതിയിൽ പറയുന്നു. സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം അറിഞ്ഞ ഇയാൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി. അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയിരുന്നതായും വെളിപ്പെടുത്തൽ. പരാതിക്കൊപ്പം ആധാർ കാർഡും പഴയ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡും അടക്കം പോലീസ് നൽകിയിട്ടുണ്ട്. വെളിപ്പെടുത്തലിന് ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് MBBS വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ അമ്മ വീണ്ടും രംഗത്ത് വന്നു. 2003-ൽ ധർമ്മസ്ഥലയിലെ കോളേജിലേക്ക് യാത്രക്കിടെയാണ് അനന്യയെ കാണാതെയായത്. CBIയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത 11-നാണ് പരാതി നൽകിയത്. 2012-ൽ ധർമ്മസ്ഥലയിൽ 17-കാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് കർണാടകത്തെ ഞെട്ടിച്ചിരുന്നു. CBI അന്വേഷണം നടന്നെങ്കിലും ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കോടതിയുടെ വിധി വന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതെന്ന ചോദ്യം തന്നെയാണ് ആവർത്തിച്ചുയരുന്നത്.